മഹിഴ് തിരുമേനിയുടെ സംവിധാനത്തിൽ അജിത് കുമാർ അഭിനയിച്ച് തിയേറ്ററുകളിൽ റിലീസായ വിടാമുയർച്ചை എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. സിനിമ എനിക്കിഷ്ടപ്പെട്ടു. ഒരു ഒരു ഫാമിലി സബ്ജക്റ്റാണ് സിനിമ പറയുന്നത്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ തമ്മിൽ ചെറിയൊരു സ്വാരസ്യക്കുറവുണ്ട്. അപ്പോൾ അവരൊരു യാത്ര പോകാൻ തീരുമാനിക്കുന്നു. ആ പോകുന്ന യാത്രയിൽ വൈഫ് മിസ്സാവുന്നു. ആ മിസ്സാവുന്ന വൈഫിനെ കണ്ടെത്തിയോ ഇല്ലയോ എന്നുള്ളതാണ് സിനിമയുടെ ഒരു പ്ലോട്ട്. ഓൾറെഡി നമ്മൾ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ റീമേക്ക് ആണെന്ന് പലരും അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ ഒഫീഷ്യലി അതൊന്നും ക്ലെയിം ചെയ്തിട്ടില്ല. പക്ഷെ ആ സിനിമ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു ചായ്വ് ഒരു 90% തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ത്രെഡ് എടുത്തിട്ട് ചെറിയ നേരിയ വ്യത്യാസങ്ങൾ വരുത്തിയാണ് സിനിമ ചെയ്തിരിക്കുന്നത്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു മേക്കിംഗ് ആണ് വിടാമുയർച്ചയിൽ കാണാൻ കഴിയുന്നത്. തിരുമേനി ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഫാൻസിന് വേണ്ടിയുള്ള ഹൈ മൊമെൻറ്റ്സ് ഒന്നും തന്നെ സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഒരു സീൻ പോലും കുത്തിക്കയറ്റിട്ട് പോലുമില്ല. നമുക്കത് കാണുമ്പോൾ അറിയാം. കഥ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അത് മാത്രമേ ചെയ്തു വെച്ചിട്ടുള്ളൂ. ഈ ഒരു പടത്തിൻ്റെ മൂഡും ഒക്കെ ഞാനുമായിട്ട് സെറ്റായത് കൊണ്ടാവാം എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി അജിത്തിൻ്റെ ഹാർഡ് കോർ ഭ്രാന്തമായ ആരാധനയുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരണമെന്നില്ല. കാരണം അടി ഇടി ബഹളം കത്തി സാധാരണ ആ ഒരു മാസ് പടത്തിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, ആ പ്രതീക്ഷയായിട്ട് വരുന്ന ഒരാൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധ്യത കാണുന്നില്ല. ഈ പടത്തിൻ്റെ കളറും മൂഡും ഒക്കെ തന്നെ വേറെയാണ്. ഇൻ്റർവെല്ലിന് ശേഷം വൈഫിനെ കണ്ടെത്താനുള്ള ഓരോരോ സ്റ്റെപ്പായിട്ട് പോകുമ്പോഴത്തേക്കും അതും ഈ പറഞ്ഞ പോലെ ആ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിക്ക് മാത്രമേ പോയിട്ടുള്ളൂ. ഒരു വാവ് ഫാക്ടറോ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹൈ മൊമെൻറ്റ്സോ സീറ്റ് എഡ്ജിങ് മൊമെൻറ്റ്സോ ഒന്നും ആ ഒരു സെക്ഷനിലൊന്നും കാണാൻ കഴിഞ്ഞില്ല. എനിക്കതിന് കാരണമായിട്ട് തോന്നിയത് പുള്ളി ഒരു IT പ്രൊഫഷണലാണ്. വളരെ വർഷങ്ങളായിട്ട് ഒരു പ്രൊഫഷനിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വന്തം കാര്യം നോക്കി അല്ലെങ്കിൽ സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഫൈറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക, ദേഷ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുക. അത്തരം സാഹചര്യങ്ങളിൽ ആളെങ്ങനെ ദേഷ്യപ്പെടും, അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യും, ആ ഒരു രീതിക്കുള്ള മെല്ലെ മെല്ലെ പോക്കിലാണ് ഈ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു ഭയങ്കര കട്ട മാസമായിട്ടുള്ള ഫൈറ്റൊന്നും മേ ബി വെക്കാതിരുന്നത്. എങ്കിൽ പോലും പല ഫൈറ്റ് സീക്വൻസ് കാണാൻ ഭംഗിയുള്ളതായിരുന്നു. ചിലതൊക്കെ തട്ടിക്കൂട്ട് പോലെയും തോന്നി, ഉള്ളത് പറയണമല്ലോ. പിന്നെ അനിരുദ്ധിൻ്റെ സോങ്സ് അതുപോലെ ബാക്കിങ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അജിത്തെ കടവുളെ എന്ന് വിളിക്കുന്നതിന് പകരം അവിടെ സ്പേസ് ഇട്ടിട്ടുണ്ട്. മേ ബി തമിഴ്നാട് തിയേറ്ററുകളിൽ ആ ഫൈറ്റ് നടക്കുന്ന സീക്വൻസിൽ ആ സ്പേസ് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് മിക്കവാറും അജിത്തെ എന്ന് വിളിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാവാം ഒരുപക്ഷെ ആ ഒരു ഏരിയ എല്ലാം സ്പേസ് ഇട്ടിട്ടാണ് RR ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരൻ. അനിരുദ്ധിൻ്റെ വർക്ക് ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല ക്യാമറ വർക്ക്, നല്ല എഡിറ്റിംഗ്, അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ വില്ലനായിട്ട് വരുന്ന പയ്യന്മാരൊക്കെ തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ അഫ്കോഴ്സ് അർജുൻ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. മെയിൻ വില്ലൻ പുള്ളിക്കാരനാണ്. അർജുൻ്റെ പേരായിട്ട് വരുന്ന അവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഡീസെൻറ്റ് മൂവി എന്ന് പറയാൻ തമിഴ് മൂവിന്ന് തോന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഡീസെൻറ്റ് മൂവി, ഡീസെൻറ്റ് മേക്കിംഗ്. ഒരു ഫാമിലി സബ്ജക്റ്റാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ റിലേഷൻഷിപ്പ്, അവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നം, ഹസ്ബൻഡ് തനിക്ക് വേണ്ടി ഏത് ഘട്ടത്തിൽ നിൽക്കും എന്നുള്ള മനസ്സിലാക്കിയിട്ട് ആ പ്രശ്നങ്ങളൊക്കെ മാറി അവർ തിരികെ വരുന്നു. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. എനിവേ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര മാസം അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ നല്ലൊരു ഫാമിലി മൂവി കാണാമെന്നുള്ളൊരു രീതിയോടുകൂടി നിങ്ങൾക്ക് തിയേറ്ററിൽ സമീപിക്കാവുന്നതാണ്. വിടാമുയർച്ചை അടുത്തുള്ള തിയേറ്ററിലുണ്ട്. കാണുക, കണ്ട് നിങ്ങൾ വിലയിരുത്തുക.